യുദ്ധം മുറുകിയിരിക്കുന്ന സാഹചര്യത്തിൽ നേരിട്ടല്ലെങ്കിലും അമേരിക്കയുടെ പങ്കാളിത്തം അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്നതല്ല. അണിയറയിൽ വൻ നീക്കങ്ങൾ തന്നെയാണ് അമേരിക്ക നടത്തുന്നത്. അതിന് പ്രകാരം പശ്ചിമേഷ്യയിൽ അമേരിക്ക ചില രഹസ്യ നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. മേഖലയിൽ 19 ഇടങ്ങളിലാണ് അമേരിക്കയ്ക്ക് സേനാ താവളങ്ങളുള്ളത്. GCCയിലെ മിക്ക രാജ്യങ്ങളിലും അമേരിക്കൻ സൈനികരുണ്ട്. കൂടാതെ ഇറാഖ്, സിറിയ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലും US സൈന്യം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മേഖലയുടെ സുരക്ഷയ്ക്ക് എന്ന പേരിലാണ് അമേരിക്ക നിർത്തിയിരിക്കുന്നത്. ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധം തുടങ്ങിയതോടെ അമേരിക്ക എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരു ഭാഗത്ത് ചർച്ചയുടെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഇറാനെ ആക്രമിക്കുമെന്ന സൂചനയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നുണ്ട്. ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമേനിയോട് കീഴടങ്ങാനും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനിടയിലാണ് ഖത്തറിലും ബഹ്റൈനിലും അമേരിക്കയുടെ രഹസ്യ നീക്കം നടക്കുന്നത്. അമേരിക്ക സൈനിക വിമാനങ്ങളും കപ്പലുകളും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നു എന്നാണ് റിപ്പോർട്ട്. യുദ്ധത്തിൽ അമേരിക്ക ഇടപെടാൻ പോകുന്നു എന്ന സൂചനയായി ഇതിനെ കാണുന്നവരുമുണ്ട്. അതേസമയം ഇറാന്റെ ആക്രമണത്തിൽ നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയുള്ള മുൻകരുതലാണ് എന്നും പറയപ്പെടുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈന്യം ഏറ്റവും കൂടുതലുള്ളത് ഖത്തറിലാണ്. ദോഹയ്ക്ക് പുറത്തുള്ള അൽ ഉദൈദ് വ്യോമതാവളത്തിൽ 13,000-ഓളം അമേരിക്കൻ സൈനികരുണ്ട് എന്നാണ് വിവരം. ഇറാഖിലും സിറിയയിലും അമേരിക്ക നടത്തിയ പല സൈനിക നീക്കങ്ങളും നിയന്ത്രിച്ചിരുന്നത് അൽ ഉദൈദ് വ്യോമതാവളത്തിൽ വെച്ചായിരുന്നു അത്രേ. ഇറാന്റെ മുന്നറിയിപ്പ് ഇങ്ങനെയാണ്: ഈ വ്യോമതാവളത്തിൽ അമേരിക്കൻ സൈനിക വിമാനങ്ങൾ നിരയായി പാർക്ക് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വിമാനവും കാണുന്നുമില്ല. പ്ലാനറ്റ് ലാബ്സ് PBCയുടെ ഉപഗ്രഹ ചിത്രം പരിശോധിച്ചാണ് AP ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സൈനിക യാത്രാ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ എന്നിവയെല്ലാം നേരത്തെ വരിയായി നിർത്തിയിട്ടിരുന്നു. അമേരിക്കൻ സൈന്യം ഇക്കാര്യത്തിൽ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ വിമാനങ്ങളും കപ്പലുകളും നീക്കി എന്ന് 2 അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, വ്യോമതാവളം കാലിയാക്കിയത് ഇറാന്റെ ആക്രമണ സാധ്യത ഉള്ളതിനാലാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. തങ്ങളെ ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ തകർക്കുമെന്ന് നേരത്തെ തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ബഹ്റൈനിലെ അമേരിക്കയുടെ നാവിക കേന്ദ്രത്തിലും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. US നേവിയുടെ 5ാം ഫ്ലീറ്റ് ആസ്ഥാനത്ത് നിരവധി കപ്പലുകൾ നങ്കൂരമിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഒന്നും കാണാനില്ല എന്നാണ് വാർത്ത. അമേരിക്ക വൈകാതെ ഇറാനെ ആക്രമിക്കുമെന്നാണ് വിവരം. ഈ വേളയിൽ ഇറാനെ തിരിച്ചടി നൽകുക പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങളിലാകും. ഇത് ഗൾഫ് മേഖലയ്ക്ക് മൊത്തം ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങൾ സമാധാന ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുള്ളതും. ഇസ്രയേലിനോട് അമേരിക്കയ്ക്കുള്ള പ്രത്യേക താല്പര്യവും ഇറാനോട് ഇപ്പോൾ ഉള്ള നിലപാടുകളും ഈ സാഹചര്യമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇസ്രയേൽ നടത്തിയതിനേക്കാൾ ഭീകരമായ ഒരു യുദ്ധം തന്നെ ആയിരിക്കാം അമേരിക്ക നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. അമേരിക്ക കൂടി എതിരായി നിന്നാൽ അത് താങ്ങാനുള്ള ശേഷി ഇറാൻ ഉണ്ടാവുമോ എന്നതാണ് ഏറ്റവും വലിയ സംശയം.